അങ്ങനെ നമ്മുടെ പാവയ്ക്ക മോരുകറി. അപ്പ പുറത്തേക്ക് പോവുക. അപ്പക്കേ ആ പാലിനുള്ളതാന്നൊന്ന് പറഞ്ഞേരെ. അവിടെ കിടക്കണ കവറ് ജയ ബേക്കറിയുടെ പാലിനുള്ളതാ കവർ. ജയ ബേക്കറിയുടെ എന്താ കവറിൽ നോക്കണേ? അപ്പ എന്നാ ചെരുപ്പിടാതെ നടക്കണേ? ഇന്ന് അപ്പ ഒന്നും മിണ്ടുന്നില്ല. ചെരുപ്പ് അപ്പ ഉണക്കാൻ വെച്ചേക്ക്. പോയിട്ട് എപ്പോഴാ വരിക? ഇപ്പൊ 11 കഴിഞ്ഞു. ഹെൽമെറ്റ് വെക്കണില്ലേ? അങ്ങനെ നമ്മുടെ അവസാന ഘട്ടം പാവയ്ക്ക പറിച്ചോണ്ടിരിക്കുക. അതെ, കുരുടൻ പാവയ്ക്കാണെങ്കിൽ നല്ല ടേസ്റ്റിയാ. പൂ ഇപ്പോഴും കുത്തനുണ്ട് കേട്ടോ. കുറേ നാളുകളായിട്ട് പാവയ്ക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ കൊണ്ടുവരാൻ വേറെ ഉണ്ട്. കൊണ്ടുവരാം. വേറെ ഉണ്ടോ? ആ ഒരെണ്ണം കൂടെ ഉണ്ട്. അതല്ലേ കൊണ്ടുവരാന്ന് പറഞ്ഞേ. ഒരെണ്ണം കൂടെ കട്ട് ചെയ്തിട്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. പിന്നെ നിറച്ച് പൂക്കളുണ്ട്. ഈ വെയിലായതുകൊണ്ട് പിന്നെ 2 നേരം ഇല്ലേ, മുറ്റത്ത് നിൽക്കണോണ്ടേ ഭയങ്കര വെയിലാ. അതുകൊണ്ട് 2 നേരം ഇതിൽ വെള്ളം ഒഴിക്കണ്ട. മഴക്കാറുണ്ടോന്ന് ഞാൻ നോക്കിയത്. ഇന്ന് മഴക്കാറില്ല. ഇല്ല, നല്ല വെയിലാ. തണുപ്പുണ്ട് രാത്രിയിൽ. ഇപ്പൊ തണുപ്പുണ്ട് ചെറുതായിട്ട്. പിടിച്ചു. ഇപ്പൊ പാവയ്ക്ക കൊണ്ടുള്ള ഒരു മുരുകറി ഉണ്ടാക്കുക. അതെ, നാളെ പാവയ്ക്ക കൊണ്ടുള്ള മുരുകറി ഉണ്ടാക്കി ആരൊക്കെയോ റെസിപ്പി ചോദിച്ചു. പക്ഷെ ഞാൻ കാലത്തെ പകലുണ്ടാക്കി വെച്ചുകൊണ്ട് റെസിപ്പി എടുക്കാൻ പറ്റിയില്ല. ഇതിന്റെ അരികിലിരിക്കുന്നത് വേറെ കഷ്ണങ്ങൾ വേവിച്ചതാട്ടോ, അല്ലാണ്ട് മാലിന്യങ്ങളൊന്നും അല്ലാട്ടോ. പിന്നെ ചുമ്മാ ഒന്നങ്ങ് കഴുകിച്ചെടുത്ത് എന്തോ കായലാണ്ട് വേവിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ വൃത്തിയാക്കി എടുത്തില്ലെന്നുള്ളൂ, കറിയുടെ അംശം തന്നെ ആയതുകൊണ്ടാണ്. അപ്പൊ പാവയ്ക്കയുടെ കൂടെ വേവിക്കാൻ ഇട്ടേക്കണ പാവയ്ക്ക അരിഞ്ഞത്, ഇച്ചിരി മഞ്ഞപ്പൊടി, ഒരു സ്വല്പം മുളക് പൊടി, ഇച്ചിരി ഇഞ്ചി, ഒരു പച്ചമുളക്. വേപ്പില ഇട്ടിട്ടില്ല കേട്ടോ, വേപ്പില ലാസ്റ്റ് ചേർക്കാം. ഒരു പച്ചമുളക് ചേർത്തേക്കണം. പച്ചമുളക് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർക്കാം. ഇവിടെ എരിവ് ഒരുപാട് വേണ്ടല്ലോ എന്ന് ഓർത്താൽ. ഇവിടെ ഉണ്ടായ പച്ചമുളകാണെങ്കിൽ നല്ല എരിവുണ്ട്. അതുകൊണ്ട് ഞാൻ പഴുത്ത ഒരു മുളക് 2ആയിട്ട് കീറിയിട്ടേക്കണതാണ്. അപ്പൊ ഇത് വെന്ത് ഇനി മൂടി വെച്ച് നമുക്കത് വേവിക്കാം. അത് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് സാധാരണ മോരുകറിയുടെ അരപ്പും ചേർക്കണം, തൈരുടച്ച് മോരും ചേർക്കണം. അപ്പൊ പാവയ്ക്ക മോരുകറിയുടെ പാവയ്ക്ക വെന്തു. ഇത് അരപ്പിൽ ചേർത്തേക്കുന്നത് തേങ്ങ, ചെറിയ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി ഇതിൽ ചേർത്തോണ്ട് ഇഞ്ചി ഇല്ല, ഒരു സ്വല്പം മുളക് പൊടി. ഇതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തേക്കണോണ്ട് ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ഞങ്ങൾക്ക് അധികം ഇങ്ങനെ ഇതിൽ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് ചേർക്കണത്. അതൊക്കെ അവനവന് താല്പര്യം അനുസരിച്ച് അവനവന് ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്ന് അരപ്പ് ചൂടായി വന്നു കഴിഞ്ഞാൽ തൈര് ഉടച്ച് വെച്ചേക്കണം, മോരങ്ങ ചേർക്കുക. പരിപാടി കഴിഞ്ഞു. പിന്നെ കടുക് പൊട്ടിക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. പച്ചപ്പ് മാറണം ഇതിൻ്റെ, അത്രേ ഉള്ളൂ. അതേ അരപ്പ് പച്ചപ്പ് ഇത് മാറി തികന്നു കേട്ടോ. നമുക്കങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യാം. മോരൊഴിക്കാം. ഒന്ന് ഉടച്ച മോര, ഉടച്ച തൈര് ഉടച്ചത് കേട്ടോ. വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഒട്ടും. ഇപ്പൊ കുറുകല് കിട്ടും ആവശ്യത്തിന്. ശരിയാ, അതുകൊണ്ടാ വെള്ളം ചേർക്കാത്തോണ്ടാ കുറുകല് കിട്ടുന്നത്. ചൂടായാൽ മതി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തേട്ടോ ഒഴിച്ചത്. ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഒരു പൊടിക്ക് ഉലുവാപ്പൊടി മോരുകറിക്ക് നമ്മൾ ചേർക്കണമാണല്ലോ. അധികമായി കഴിഞ്ഞാൽ പാവയ്ക്കും കഴിക്കും. അതെ 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 അതെ. കുറച്ച് ഉലുവാപ്പൊടി ചേർക്കണം. കടുക് പൊട്ടിക്കാൻ കടുക് ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വറ്റൽമുളകും കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി എടുക്കണില്ല കേട്ടോ. വറ്റൽമുളകാണ് അതിന്റെ ലുക്ക്. എന്നിട്ട് പടം പാവയ്ക്കാൻ മോരുകറി എന്നുള്ളത് അമ്മയുടെ സ്പെഷ്യൽ ആണെങ്കിലും ഏറ്റവും അധികം ഇത് എൻജോയ് ചെയ്യുന്നത് ഞാനാണ്. കയ്യിൽ മാറ്റണോ? വേണ്ട. കടുക് വറുത്തതേ ഇടുക. കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പാവയ്ക്ക മോരുകറി. പാവയ്ക്ക മോരുകറി ഒഴിച്ചോളൂ. ഇവൻ എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അപ്പയ്ക്ക് അത്ര പ്രിയമൊന്നും അല്ല മോരുകറി ആയതുകൊണ്ട്. പിന്നെ ഞാൻ കഴിക്കും പാവയ്ക്കൊക്കെ അല്ലേ. മോരുകറിയും പാവയ്ക്ക ആയതുകൊണ്ട് വീട്ടിൽ നിന്നും പറിച്ചതാണ്. അതായത് നമ്മളെ വീട്ടിൽ നിന്ന്. കുനുപ്പൻ. അതെന്നാ മുളക് അപ്പയ്ക്ക് കൊടുക്കണം. അല്ല അപ്പയ്ക്ക് കടുക് വറുക്കണ മുളക് ഇഷ്ടം. എനിക്ക് വേണ്ട കേട്ടോ, ഞാൻ വെറുതെ ചോദിച്ചതാ.
ഇച്ചിരി വെച്ചോളാം. അമ്മയ്ക്കുണ്ട്, അരിയിലിട്ടിട്ടുണ്ട്. അരികിലുണ്ട്. ഇതിലേക്ക് വരും. പച്ചക്കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ പാവയ്ക്ക. അതുകൊണ്ട് തന്നെ ഈ പാവയ്ക്ക മോരുകറി ഉണ്ടല്ലോ, എനിക്കൊരു ഹെവനായിട്ടാണ് അനുഭവപ്പെട്ടത്. അത്രയ്ക്കും ടേസ്റ്റി ആയിരുന്നു. അത് തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വീണ്ടും അമ്മയുടെ ഓരോ ദിവസവും ചോദിക്കും, ഇന്ന് പാവയ്ക്ക മോരുകറി ആണോ അമ്മയെന്ന് ചോദിക്കും കേട്ടോ. പാവയ്ക്ക കൊണ്ടുള്ള എല്ലാ ഐറ്റംസും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്നിരുന്നാൽ എനിക്ക് ഇതിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അപ്പയ്ക്കും നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു.